നമസ്കാരം. പേരാമ്പ്ര ചെറുവണ്ണൂരിൽ കാർ കത്തി ഗർഭിണിയായ യുവതി മരിച്ച സംഭവം അത് സ്വാഭാവികമായി സംഭവിച്ച അപകട മരണമല്ല, അതൊരു കൊലപാതകം തന്നെയാണ് എന്നുള്ള തരത്തിലുള്ള സംശയങ്ങളും തെളിവുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ മരിച്ചിട്ടുള്ള യുവതിയുടെ വീട്ടുകാർ തന്നെയാണ് ഇപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ചികിത്സയിലുള്ള യുവതിയുടെ ഭർത്താവിനെതിരെ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഏതായാലും അടിപൊളി ദുരൂഹത നിലനിൽക്കുകയാണ് ഇപ്പോൾ ഈ ഒരു മരണത്തിൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 9:30 ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. കക്കറമുക്കിലെ പൂവത്തും ചാലിൽ റിജിൻ ലാലിന്റെ ഭാര്യ സോനയാണ് മരിച്ചത്. പൊള്ളലേറ്റ ഭർത്താവ് റിജിൻ ലാൽ ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബേൺ ICUവിൽ ചികിത്സയിലാണ്. കാറിന്റെ ഉൾവശം മാത്രം കത്തിയതിലാണ് ദുരൂഹതയുണ്ടെന്നും ഇത് ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് സോനയുടെ ബന്ധുക്കൾ ആരോപിച്ചതോടെ വിശദമായ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പോലീസ് ഒരുങ്ങുന്നത്. മകൾക്ക് ഭർത്തൃ വീട്ടിൽ ദുരവസ്ഥ നേരിട്ടതായും പല ദിവസങ്ങളിലും പട്ടിണിയായിരുന്നുവെന്നും സോനയുടെ അമ്മ വസന്തയും പറയുകയാണ്. പെൺകുട്ടി ഗർഭിണിയാണ് എന്നുള്ളത് കൂടി ഓർക്കണം. ആ സമയത്താണ് മകൾ പല ദിവസവും ആ ഭർത്താവിൻ്റെ വീട്ടിൽ പട്ടിണിയായിരുന്നു, അതായത് ഭക്ഷണമൊന്നും തന്നെ മര്യാദയ്ക്ക് കഴിക്കാൻ കിട്ടിയിരുന്നില്ല എന്ന ഗുരുതര ആരോപണങ്ങൾ പെൺകുട്ടിയുടെ അമ്മ തന്നെ ആരോപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. അന്വേഷണം ആവശ്യപ്പെട്ട് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം പോലീസിൽ പരാതി നൽകുമെന്നും ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. കാർ കത്തി യുവതി മരിച്ച സംഭവത്തിൽ അസ്വാഭാവികതയുള്ളതായി പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഫോറൻസിക് വിഭാഗത്തിന്റെ പരിശോധനാ ഫലവും യുവതിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭ്യമായാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നും പോലീസ് പറഞ്ഞു. കാർ കത്താൻ കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നും ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ധന ടാങ്കിനും കാറിന്റെ വയറിങ്ങിനും തകരാറില്ലെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. ഇതെല്ലാമാണ് കുടുംബത്തിന് സംശയം വർദ്ധിക്കാൻ കാരണം. സോനയുടെയും റിജിൻ ലാലിന്റെയും വിവാഹത്തിന് റിജിന്റെ കുടുംബത്തിന് താല്പര്യമില്ലായിരുന്നു. 3 വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത്, അതും രജിസ്റ്റർ വിവാഹവും. ഇരുവരും പ്രണയിക്കുമ്പോൾ തന്നെ റിജിൻ ഗൾഫിലേക്ക് ജോലി തേടി പോയിരുന്നു. ഇതിനിടെ മറ്റൊരു യുവതിയുമായി റിജിന്റെ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. ഇതറിഞ്ഞതോടെ അന്ന് സോന ആത്മഹത്യാ ശ്രമവും നടത്തിയിരുന്നു. അന്ന് സോനയെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിച്ചത് റെയിൽവേ പോലീസാണ്. റെയിൽവേ സ്റ്റേഷനിൽ ആത്മഹത്യ ചെയ്യാനെത്തിയ സോനയെ അന്ന് അവിടെ റെയിൽവേ പോലീസ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് അവരുടെ ഇടപെടൽ മൂലമാണ് അന്ന് സോനയെ രക്ഷിക്കാനായിട്ട് സാധിച്ചത്. തുടർന്ന് റിജിനെതിരെ സോന പരാതി നൽകി. പോലീസ് സ്റ്റേഷനിലേക്ക് ഇരുകൂട്ടരെയും വിളിപ്പിച്ചു. ഇതോടെ കേസായതോടെ ഗൾഫിലേക്ക് റിജിന്റെ തിരിച്ചുപോക്കും അനിശ്ചിതത്വത്തിലായി. ഇതോടെയാണ് ഇരുവരും തമ്മിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് മധ്യസ്ഥത പറഞ്ഞ് റിജിൻ വീണ്ടും സോനയുമായി അടുപ്പത്തിലാവുകയും കേസ് പിൻവലിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. കേസ് പിൻവലിച്ചതോടെ ഇരുവരും കുടുംബങ്ങൾ അറിയാതെ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി. സോനയും റിജിൻ ലാലും 2023 വിവാഹിതരായത്. അമ്മയും അനിയനും അടങ്ങുന്നതാണ് സോനയുടെ കുടുംബം. അച്ഛൻ മരിച്ചതോടെ സോനയെയും അനിയനെയും കഷ്ടപ്പെട്ട് വളർത്തിയത് അമ്മ വസന്തമാണ്. രജിസ്റ്റർ വിവാഹം ചെയ്തതോടെ വീട്ടുകാരുമായുള്ള ബന്ധം റിജിന്റെ കുടുംബം വിലക്കിയിരുന്നു. പല ദിവസങ്ങളിലും റിജിന്റെ വീട്ടിൽ മകൾ പട്ടിണിയായിരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഗർഭിണിയായതോടെയാണ് സ്വന്തം വീട്ടുകാരുമായി സോന വീണ്ടും അടുത്തത്. റിജിന്റെ വീട്ടിൽ പല ബുദ്ധിമുട്ടുകളും മകൾ അനുഭവിച്ചിരുന്നുവെന്ന് സോനയുടെ കുടുംബം ആരോപിക്കുന്നു. സോനയെ വിവാഹം കഴിക്കുന്നതിന് റിജിന്റെ കുടുംബത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. പലതവണ കുടുംബത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അവഗണനകളും സോന ബന്ധുവായ പെൺകുട്ടിയെ വിളിച്ചറിയിച്ചിട്ടുണ്ടെന്നും അമ്മാവൻ സത്യൻ പറഞ്ഞു. ഈ സാഹചര്യത്തിലാണ് കാറിലെ തീപിടുത്തം ആസൂത്രിതമായി സോനയെ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ളതാണെന്ന് കുടുംബം ആരോപിക്കുന്നത്. കാറിന്റെ പിൻസീറ്റിലാണ് സോനയുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. തീപിടുത്തമുണ്ടായത് കാറിന്റെ പുറകിൽ നിന്നാണെന്ന് ഫോറൻസിക്കിന്റെ കണ്ടെത്തലും കുടുംബത്തിന്റെ സംശയങ്ങൾ ഇരട്ടിയാക്കുന്നു. വൻ സ്ഫോടന ശബ്ദം കേട്ടാണ് നാട്ടുകാർ കാറിനടുത്തേക്ക് എത്തിയത്. അപ്പോൾ കാറിന് പുറത്ത് സമീപമുള്ള തോട്ടിലായിരുന്നു റിജിൻ ഉണ്ടായിരുന്നത്. തീ പൂർണ്ണമായും അണച്ച ശേഷമാണ് കാറിനകത്ത് സോനയുള്ള കാര്യം നാട്ടുകാരെ റിജിൻ അറിയിക്കുന്നത്. ഇതെല്ലാം സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ തന്റെ ഭാര്യയെ കൂടി രക്ഷിക്കണം എന്നുള്ള ആളാണെങ്കിൽ
തീ പടരുന്ന നിമിഷം തന്നെ ഒരുപക്ഷെ ഭാര്യയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. അതും പോട്ടെ, ഇയാളിപ്പോൾ തോട്ടിലേക്ക് ചാടി ഇയാളുടെ ദേഹത്തുള്ള തീ അണയ്ക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരോടെങ്കിലും ആദ്യം പറയുമായിരുന്നു തൻ്റെ ഭാര്യ കാറിനകത്തുണ്ട്, അവളെ രക്ഷിക്കണമെന്ന് ആ നാട്ടുകാരോടെങ്കിലും പറയുന്നു. പക്ഷേ ഇവിടെ അതും സംഭവിച്ചില്ല. ഇത് തന്നെയാണ് ആ ഒരു ദുരൂഹത ഇരട്ടിയാക്കിപ്പിക്കുന്ന ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുവാൻ ഒരുങ്ങുകയാണ് കുടുംബം. 65% പൊള്ളലേറ്റ റിജിൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ്. അതിനാൽ റിജിന്റെ മൊഴിയെടുക്കാൻ പോലീസിനായിട്ടില്ല. കാറിൽ നിന്ന് സോനയുടെ ഭാഗികമായി കത്തിയ ബാഗും കുപ്പിയും അടപ്പും മേപ്പയൂർ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെങ്കിൽ കാർ ഇത്തരത്തിൽ കത്തില്ലെന്നും മനഃപൂർവ്വം കത്തിച്ചതാണെന്നും പോലെയാണ് തോന്നുന്നതെന്നും മരിച്ച സോനയുടെ അമ്മാവൻ MK സത്യൻ തുറന്നടിക്കുന്നു. കാറിനുള്ളിൽ മാരകമായ എന്തോ വച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കരുതുന്നത്. എന്തുകൊണ്ടാണ് സോനയെ മുൻസീറ്റിൽ ഇരുത്താതെ പിന്നിൽ ഇരുത്തിയത്? അപകടത്തിൽ കുടുംബത്തിലുള്ളവർക്കെല്ലാം സംശയമുണ്ട്. രജിൻ ലാലിന്റെ നാട്ടുകാരും സമാന സംശയം ഉന്നയിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. രജിന്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന് അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്ന അറിവ് മാത്രമേ തങ്ങൾക്കുള്ളൂവെന്നും സത്യൻ പറഞ്ഞു. അപകടമുണ്ടായപ്പോൾ തോട്ടിൽ ചാടി രക്ഷപ്പെടാനാണ് രജിൻ ശ്രമിച്ചത്. പിന്നാലെ ഡോർ തുറന്നില്ല. കാറിനുള്ളിൽ മറ്റൊരാൾ ഉള്ളതായും രക്ഷാപ്രവർത്തനത്തിനെത്തിയ നാട്ടുകാരോട് പറഞ്ഞില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സംഭവത്തിലെ സത്യാവസ്ഥ പുറത്തു വരണം. അപകടത്തിൽ രജിന് സംശയമുണ്ടെന്നും പോലീസും വനിതാ കമ്മീഷനിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണെന്നും സത്യൻ വ്യക്തമാക്കി. ചെറുവണ്ണൂർ കക്കറമുക്ക് റോഡിൽ വെള്ളിയാഴ്ച രാത്രി 9:30യോടെയാണ് കാർ കത്തിയമർന്നത്. കോഴിക്കോട്ടെ ആശുപത്രിയിൽ പോയ ശേഷം തിരികെ വീട്ടിലേക്കുള്ള വഴിയിൽ ചെറുവണ്ണൂരിൽ നിന്ന് കക്കറമുക്ക് റോഡിലേക്ക് കടന്ന ഉടനെ വയൽ പ്രദേശത്ത് പൊതയോത്തു താഴെ ഭാഗത്താണ് കത്തിയത്. ഇവിടെ നിന്ന് വെറും 2 കിലോമീറ്റർ ദൂരമേ വീട്ടിലെത്താൻ ഉണ്ടായിരുന്നുള്ളൂ. വയൽ പ്രദേശത്തെ തോടിനരികിലാണ് സംഭവം ഉണ്ടായിരുന്നതിനാൽ ഓടിക്കൂടിയ നാട്ടുകാർക്ക് തീ കെടുത്താൻ സഹായമായി. വലിയ സ്ഫോടന ശബ്ദം കേട്ട് ഓടിയെത്തുമ്പോൾ ആ കാർ തീ കത്തുകയായിരുന്നു എന്നാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ സമീപ വീട്ടുകാർ നേരത്തെ പറഞ്ഞിരുന്നത്. നാട്ടുകാർ എത്തുമ്പോഴേക്കും രജിൻലാൽ കാറിൽ നിന്ന് ചാടി പുറത്തിറങ്ങിയിരുന്നു. കൈ ഉയർത്തി രക്ഷിക്കണമെന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ശരീരത്തിലെ വസ്ത്രങ്ങളിൽ പടർന്ന തീ കത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സമീപത്തെ തോട്ടിലേക്ക് ചാടി രജിൻലാൽ തന്നെ കെടുത്തുകയായിരുന്നു. പിന്നാലെ സമീപത്തെ വീട്ടുകാരെല്ലാം ബക്കറ്റുമായി എത്തി വെള്ളം മുക്കി ഒഴിച്ച് അഗ്നിരക്ഷാസേന എത്തും മുമ്പ് തീ കെടുത്തി. കാറിൽ ഒരാൾ കൂടിയുണ്ടെന്ന് ആദ്യം രക്ഷാപ്രവർത്തകർക്ക് മനസ്സിലായില്ല. പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു സോന. അവരുടെ മുകളിലേക്ക് കാറിന്റെ മുകൾ ഭാഗം അടർന്നു വീഴുകയും ചെയ്തിരുന്നു. അതിനാൽ പുറത്തു നിന്നുള്ളവർക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ലായിരുന്നു. കാറിന്റെ പിൻവാതിൽ ലോക്കായിരുന്നുവെങ്കിൽ ഏറെ നേരം പരിശ്രമിക്കേണ്ടി വന്നു. ചില്ല് പൊട്ടിച്ചാണ് ബെഡ്ഷീറ്റിൽ കിടത്തി പുറത്തെടുത്തത്. അപ്പോഴേക്കും സോനയ്ക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഫോറൻസിക് സംഘവും മോട്ടോർ വാഹന വകുപ്പും ഉദ്യോഗസ്ഥർ സ്ഥലത്ത് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ശനിയാഴ്ച രാവിലെ 9:00ഓടെയാണ് കോഴിക്കോട് ജില്ലാ ഫോറൻസിക് യൂണിറ്റിൽ നിന്നുള്ള സയന്റിഫിക് സംഘം കാർ പരിശോധിച്ച് സാമ്പിളുകൾ ശേഖരിച്ചത്. കാറിന്റെ ഉൾവശം മാത്രം പൂർണ്ണമായും കത്തിയമർന്നത്. ബോണറ്റിന്റെ എഞ്ചിൻ ഭാഗം കത്തിയിട്ടില്ല എന്നതും പരിശോധനയിൽ കണ്ടെത്തി. ബോണറ്റിനുള്ളിലേക്ക് തീ പടർന്നിട്ടില്ല. അതിനാൽ തീപിടുത്തം എങ്ങനെയുണ്ടായി എന്നതിനെക്കുറിച്ച് വ്യക്തത വന്നിട്ടില്ല. ഫോറൻസിക് പരിശോധന ഫലം കൂടി ലഭിച്ചാലേ കൃത്യമായ നിഗമനത്തിലെത്താൻ കഴിയുമെന്നും മേപ്പയൂർ പോലീസ് പറഞ്ഞു. കാർ കത്തി തുടങ്ങുന്ന സമയത്ത് വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി സമീപവാസികൾ പറയുന്നുണ്ട്. ഇതെങ്ങനെ ഉണ്ടായതാണെന്നതും വ്യക്തമല്ല. കത്താതെ ശേഷിച്ച തുണികൾ, ബാഗിൻ്റെ അവശിഷ്ടം, മൊബൈൽ ഫോൺ, കാറിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ സാമ്പിൾ തുടങ്ങിയവ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഇത് പല തെളിവുകളുടെ അടിസ്ഥാനത്തിലും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതൊരു അപകട മരണമായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും എന്തൊക്കെയോ സംശയങ്ങൾ ഈ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇനി പോലീസ് അന്വേഷിച്ച് രജിൻലാൽ കൂടി ഗുരുതരാവസ്ഥ പിന്നിട്ട് മാറി ചോദ്യം ചെയ്യുന്നതെന്ന് മാത്രമായിരിക്കും. എന്താണ് സംഭവിച്ചത് എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ.